ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ വയലൻസിന്റെ അതിപ്രസരമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ഉണ്ണിമുത്തൻ വീണ്ടും ഫാമിലിക്ക് വേണ്ടി അല്ലെങ്കിൽ കോമഡിക്കൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് നൈസായിട്ടൊരു മൂവി ഒരുക്കിയിരിക്കുകയാണ്. ഈ വെള്ളിയാഴ്ച തിയേറ്ററിലോട്ട് എത്താൻ പോകുന്ന ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറിനെ കുറിച്ചാണ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക, ടൈറ്റിലിൽ തന്നെ ആ ഒരു എന്താ പറയുക, ഉണ്ണിമുത്തൻ്റെ സിനിമയെക്കുറിച്ചുള്ള എല്ലാം വ്യക്തമാക്കിയിട്ടുള്ള രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം ചിത്രത്തിന്റെ ഫസ്റ്റ് പോസ്റ്ററുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പുറത്തു വന്നപ്പോൾ ആ ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ ചിത്രങ്ങൾ അതിൻ്റെ വൻ അഭിപ്രായങ്ങൾ നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിച്ചിട്ടില്ല. അതേസമയം ഡിസംബർ മാസം തിയേറ്ററിലെത്തിയ മാർക്കോ എന്ന് പറയുന്ന സിനിമ 100 കോടിയൊക്കെ കളക്ട് ചെയ്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഉണ്ണിമുത്തൻ്റെ മറ്റൊരു ചിത്രം തിയേറ്ററിലെത്തിയ തീർച്ചയായിട്ടും ആളുകൾ തിയേറ്ററിലെത്തുന്ന ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അപ്പോൾ ആ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ഫാമിലിക്ക് വേണ്ടി ഒരു സിനിമ ഒരുക്കുമ്പോൾ അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന സിനിമ ഒരുക്കിയിരിക്കുന്നത് വിനയ് ഗോവിന്ദാണ്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ട്രെയിലർ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ബ്ലെസ്സിംഗ് ആണ്. ട്രൂലി ഗോഡ്സ് ഗിഫ്റ്റ്. നമ്മൾ സിൻസിയറായിട്ട് വർക്ക് ചെയ്താൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. I see that we have a gentleman this class. Hi. എന്തിനാ മോനെ നീ ഗൈനക്കോളജി എടുത്ത്? ഇതിനൊക്കെ തന്നെ. ഈ ഗൈനക്കോളജിസ്റ്റ് ആണെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞൂടെ? ഒരു പെണ്ണിന്റെ പ്രശ്നങ്ങൾ മറ്റാരേക്കാൾ കൂടുതൽ മനസ്സിലാക്കാൻ അവന് കഴിയും. പിന്നെ അവന് പഠിപ്പാണ് മെയിൻ. അവന് ഞങ്ങളെ പെൺപിള്ളേരൊന്നും നോക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. നിങ്ങളുടെ മുന്നിൽ ഈഗോ സെന്റർ റീഷോണിസ്റ്റ് ആൾക്കാരെ ലോകം കാണട്ടെ. ചേച്ചി പാടൊക്കെ പെട്ടിട്ട് ഇതെങ്ങാനും വർക്കൗട്ട് ആയില്ലെങ്കിൽ ആവും. എന്റെ കുഞ്ഞെന്നൊക്കെ പറയുമ്പോ ബിന്ദു നിങ്ങളുടെ കുഞ്ഞിനെ ക്യാരി ചെയ്യുന്ന ഒരു വെസൽ മാത്രമാണ്, ഒരു പാത്രം. ദാറ്റ്സ് ഇറ്റ്. ഐ തിങ്ക് ഷീ ഈസ് ദി ആപ്ലിക്കന്റ്. അർജുൻ ബിപി ലോ ആണ്. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഞാൻ എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് വിശ്വസിച്ചിരുന്നു. ചുരുക്കം പേരിൽ ഒരാളായിരുന്നു. ഞാനതങ്ങ് മറന്നുപോയി. അപ്പൊ നിങ്ങക്ക് ശത്രുക്കളൊക്കെ ഉണ്ടോ? ഉണ്ടല്ലോ. ഒരാൾ അല്പം ഒന്ന് വളരുമ്പോഴേക്കും വെട്ടിയിടാൻ ഒരു 100 പേരെങ്കിലും കാണും. ഏറെ നിങ്ങൾക്ക് കിട്ടാണെങ്കിലും കൊള്ളുന്നത് ഞങ്ങൾക്ക് കിട്ടാണെന്ന് അറിയാവുന്ന ആരും ഒരാൾ. നീ ആരാന്ന് വെച്ച വിചാരം? ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. അല്ല സാർ, എനിക്കൊരു ഓൾ ദി ബെസ്റ്റ്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം. ഈ ഫെബ്രുവരി 21 ചിത്രം തിയേറ്ററിലോട്ട് എത്താൻ പോവുകയാണ്. പ്രതീക്ഷിക്കുന്ന ഒരു ഗംഭീര ചിത്രമായിട്ട് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ട്രെയിലർ കണ്ടിട്ട് കുഴപ്പമില്ലാത്ത ഒരു രീതി, അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആകുന്ന രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കാം ഗെറ്റ് സെറ്റ് ബേബിക്കായിട്ട്. അപ്പം ഈ ഒരു ബേബിനെ നിങ്ങൾ എത്ര പേരാണ് വരുന്ന ഫെബ്രുവരി മാസം 21 തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.